മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പം ഓരോ ആർട്ടിസ്റ്റുകളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മിമിക്രിയിൽ നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വർഷങ്ങളുടെ എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ തുടക്കക്കാരും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് ആനുവൽ ജനറൽ ബോഡി ആണെന്ന് എനിക്കറിയാം, എന്നാൽ പോലും അവരുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല. എനിക്കറിയാം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആരും പുറത്ത് കാണാൻ ആഗ്രഹിക്കാത്തൊരു സമയത്താണ് ഷായി ചേട്ടൻ നിൽക്കുന്നത്. എനിക്കറിയാം രാവിലെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഇവിടെ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് പാവം കഴിച്ചോണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഒരു 2 മിനിറ്റ് ആദ്യം പറയട്ടെ, അറ്റയർ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം വന്നപ്പോഴും പറഞ്ഞു ഇത്രയും തിക്കും തിരക്കിനിടയിൽ ഞാൻ നോട്ടിട്ട് ഒരേ ഒരാളെ ഷായി ചേട്ടൻ. കാരണം എനിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പം ഭയങ്കര ഭംഗിയുണ്ട് ഷായി ചേട്ടൻ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ടീമാണ് എയർ ഹാൻഡ്ലൂം കുത്താമ്പള്ളി, നമ്മുടെ ടീമാണ്. പക്ഷെ അത് നോക്ക്, ഒന്ന് മുഴുവൻ ഒന്ന് കാണിച്ചു ഷായി ചേട്ടൻ, എന്ത് രസാന്ന് നോക്ക്. അടിമുടി ഷായി ചേട്ടാ, ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ ആത്മ കഴിഞ്ഞു, അമ്മ കഴിഞ്ഞു, മായിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ലെ, അത് മിമിക്രിയിൽ നിന്നും. എനിക്ക് തോന്നുന്നു ഷായി ചേട്ടനൊക്കെ സിനിമയിലേക്ക് വന്നു ചേർന്നതിന്റെ ഒരു വലിയ ഘടകം തന്നെ മിമിക്രി തന്നെയാണ്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതിപ്പം തന്നെ നമ്മള് സംഘടന എല്ലാ വർഷവും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംഘടന ചെയ്യുന്ന പ്രോഗ്രാമുകളും അതുപോലെ ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മൾ ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഇവൻറ്റുകൾ ചെയ്യണതും ഫണ്ട് സ്വരൂപിക്കണമൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു വർഷത്തിൽ ഈ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ഈ നമ്മുടെ പൊതുസമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണ് ഫുള്ള്. കളിക്കുക, ചിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് പോവുക. ഈ നമ്മുടെ മായിൽ നിന്ന് നമ്മുടെ മായുടെ ഒരു വലിയ ഘടകം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നത് തന്നെയാണ്. അപ്പം ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രവർത്തനം എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രവർത്തനം എന്തായിരിക്കും? അല്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇടാറില്ല. പക്ഷെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. തിരക്കലുണ്ടെന്ന് അറിയാം. മൂടി വെച്ച ചിക്കൻ ഞാൻ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കഴിച്ചോളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. അപ്പം വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നല്ല. അപ്പം എൻ്റെ അടുത്ത് ആദ്യം എത്തിയിട്ടുള്ള അതിഥി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയങ്ക ചേച്ചിയാണ്. ചേച്ചി, ഇത് എന്റെ മൈജി അല്ലേ? അതെ, നമ്മള് മീഡിയ പാർട്ട്ണറാണ്. ഞാൻ അലീക്കയുടെ 1 to Talksന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുകയാണ്. ചേച്ചി സുഖമായിട്ടിരിക്കണോ? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞു? വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ സംഘടനകളുടെയൊക്കെ മീറ്റിംഗ് വരുന്ന ഒരു സമയമല്ലേ. ഞാൻ അമ്മയിലുണ്ട്, ആത്മയിലുണ്ട്, ഈ മാലും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സംഘടനയിൽ വരുമ്പോൾ ഒരു മീറ്റിംഗ് പോലും മുടങ്ങാതെ വരിക എന്നുള്ളതാണ്. കാരണം എനിക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മാലുള്ള എല്ലാവരും, സംഘടനകൾ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ് എല്ലാവരും ഒരു ദിവസം. അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വന്നിരിക്കും. എന്നെ കൂടെ എഴുന്നേറ്റ് നടക്കാം. ഇന്ന് സത്യം പറഞ്ഞ എന്റെ കാലൊന്നും മടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. പക്ഷെ എന്നാലും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ വരും. വരണം എന്നുള്ളതൊരു ആഗ്രഹം മാത്രമല്ല, നമുക്കിപ്പോ വേണമെങ്കിൽ വരാതിരിക്കാം, വർക്കുണ്ട് ഒരു അതല്ല. ഇവിടെ വരുമ്പോ എന്ന് വെച്ചാൽ ഇവരെ കാണാനും നമ്മുടെ കൂടെ അമ്മയിലും ആത്മയിലും ഇല്ലാത്ത കുറെ പേര് ഇവിടെ ഉണ്ട്. അവരായിട്ട് നമുക്കൊരു ദിവസമല്ലേ വിശേഷം പങ്കുവയ്ക്കാൻ കിട്ടുന്നത്. നമ്മൾ മിസ്സാക്കി. നമ്മുടെ വീട്ടിലുള്ള എല്ലാ തിരക്കുകളും കാര്യങ്ങളും, ജോലിയുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഇനി വീട്ടിൽ തിരക്കുണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നിട്ട് എല്ലാ ജോലിയും തീർക്കാൻ എനിക്കറിയാം. കുടുംബം നോക്കുന്ന ആളാണ്. കുടുംബം കഴിഞ്ഞാൽ അത് തീർക്കാൻ എനിക്ക് വേണമെന്ന് വെച്ചാൽ 5 മണിക്ക് ഞാൻ കയറി ജോലി തീർത്തിട്ട് ഞാൻ പോയിരിക്കും. ഇന്നത്തെ രാവിലത്തെ പണിയൊക്കെ ഇന്നത്തെ രാവിലെ ഇപ്പൊ എന്താ അറിയോ, ഞാൻ ഷൂട്ടിങ് അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് ദോശ എന്തൊക്കെയാ, അനൂപുണ്ടല്ലോ, അനൂപ് വരും, ആളെ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ എന്ത് കാര്യം നടക്കും അല്ലേ. എപ്പോ വേണി രാവിലെ തന്നെ ജോലികൾ തീർത്ത് വരാനും പറ്റും. അല്ലാതെ എല്ലാം നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡല്ലേ. അതുകൊണ്ട് ആ ഒരു വിഷയമില്ല. അപ്പൊ ചേച്ചി രാവിലെ തന്നെ എണീച്ച എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നമ്മുടെ മാഡ് ജനറൽ ബോഡി മീറ്റിംഗിന് വേണ്ടി വന്നിരിക്കുകയാണ്. സുന്ദരി എന്ന് പറയുമ്പോണ്ടല്ലോ ഒരു ആത്മസംതൃപ്തി, ഒരു ഭയങ്കരമാണ് മോളെ. അത് പറയും തോറും എന്റെ സൗന്ദര്യം വർദ്ധിച്ചോണ്ടിരിക്കും. എപ്പോ കാണുമ്പോഴും ഞാൻ സുന്ദരിയാണ് ഉറപ്പായിട്ടുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു നുണയോ ഒരു മായോ നമ്മൾ പറഞ്ഞിട്ടില്ല. സൗന്ദര്യം മനസ്സിനാണ്. നമ്മൾ മനസ്സോടെ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുന്ന രീതി അനുസരിച്ച് നമ്മുടെ സൗന്ദര്യം കൊടുക്കും. അതെ, അപ്പൊ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇങ്ങോട്ടേക്ക് ഇന്നിപ്പോ ഇങ്ങനെ ഉണ്ട്, നമ്മുടെ മീറ്റിംഗ് ഉണ്ടെന്ന് ഓർത്തപ്പം ചേച്ചിക്ക് പെട്ടെന്നൊന്ന് കാണണം, അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ആളാരായിരുന്നു? ഒരാളെ കാണണം എന്ന് വിചാരിക്കുന്നത്? അങ്ങനെ ഇന്ന ആളൊന്നുമില്ല. നമുക്ക് ഇവിടെ കാണാത്ത കുറച്ച് പേര് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കണ്ട് അവരോട് പരിചയം പുതുക്കണം. അപ്പൊ നമുക്ക് വരുമ്പോൾ നമ്മുടെ തന്നെ കുറെ പേരുണ്ട്. സരിക, ദേവി, ഞങ്ങളൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരാണ്. ദസ്നി ഉണ്ട്, ഞങ്ങൾ ലേഡീസ് കുറച്ച് പേര്.
പുതിയ ആൾക്കാരുണ്ട്, ഇവരൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എന്തെങ്കിലും വർക്ക് വരുവാണെങ്കിൽ നമ്മൾ അവർക്ക് വിളിച്ചു കൊടുക്കാൻ വരെ എനിക്ക് പറ്റണമെന്നല്ല ഞാൻ ചെയ്യാറുണ്ട്. സന്തോഷമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാന്നുള്ളത് വലിയ ഇഷ്ടമാണ്, വലിയൊരു കാര്യമാണ്. ഇപ്പം മിമിക്രി അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ മിമിക്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള കലാകാരന്മാരും കലാകാരികളുമാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി ആദ്യമായിട്ട് ചെയ്തൊരു മിമിക്രി എന്താണ്, അല്ലെങ്കിൽ എന്തിലൂടെയാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്ന്? ഞാൻ സത്യം പറഞ്ഞ എല്ലാ സ്റ്റേജിലും പോയിട്ട് നമസ്കാരം, ഞാനിവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, നിങ്ങളെയൊക്കെ കണ്ടു, ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുകയാണ്, ഞാൻ പോവുകയാണ്, നമസ്കാരം, വല്ല സ്കിറ്റും ചെയ്യും, അങ്ങനെയാണ്. അപ്പം ഞാൻ ഓർത്തു നമ്മൾ വന്ന് ഈ ആൾക്കാരിൽ നിന്ന് സാമ്പത്തികം നമ്മൾ മേടിക്കുമല്ലോ, എന്തേ നമ്മുടെ വരുമാനം അതൊക്കെയല്ലേ. അപ്പം ചോദിച്ചു ഈ പൈസ മേടിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യേണ്ടതെന്ന് ഓർത്താണ് ഞാൻ ആ പാട്ടിൻ്റെ ഒരു സംഭവം ഏതക്ഷരം പറഞ്ഞാലും പാടുമെന്ന് സ്റ്റേജിൽ ചെയ്യാൻ തുടങ്ങിയത്. അതെനിക്കൊരു വലിയ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാൻ സത്യം പറഞ്ഞ വരച്ചിട്ടാണ് ചെയ്തത്. ഏതക്ഷരം ചോദിച്ചാലും സാഗരങ്ങളെ പാടി ഉണർത്തി, അടുത്ത അക്ഷരം പറഞ്ഞു, ഏതക്ഷരം പറഞ്ഞാലും ഞാൻ പാടും. അടുത്ത അക്ഷരം ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണി കാട് കറുത്ത കാട് മനോരഞ്ജിനി. ഈ ഒരു സംഭവം കലയിൽ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം അക്ഷരം കയറ്റി വെച്ചു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യണല്ലോ എന്ന് വെച്ച് പഠിച്ചതാണ്. പിന്നെ ഇവരുടെ കൂടെ ഞാൻ ഈ ഇരിക്കുന്ന മിക്ക ഇവിടെ വന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ഞാൻ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം നമ്മൾ സ്കിറ്റ് അല്ലേ ചെയ്യണം. അപ്പൊ അതാണ് ഇവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ആത്മ എന്ന് പറഞ്ഞ സീരിയലുകാരായിട്ട് അഭിനയിച്ച എക്സ്പീരിയൻസ്, അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത സിനിമയുടെ എല്ലാ മേഖലയിലും ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യം. നമുക്ക് വെറൈറ്റികളാണ്. അപ്പൊ വെറൈറ്റി നമ്മൾ മിസ് ചെയ്യരുത്. അപ്പൊ എന്തായാലും ഇനി സമയം കളയണ്ട. എന്തായാലും ചേച്ചിയോട് ഞാൻ തോൽവി സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ചേച്ചിക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് അങ്ങോട്ട് പോകാം. താങ്ക് യു വെരി മച്ച്. നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം കേട്ടോ. നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങളുടെ ഒരു പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ. ഈ ക്യാമറയിൽ കൂടെ കാണുന്ന ഈ വിഷ്വൽസ് നിങ്ങൾ പുറത്തേക്ക് വിടുക. പ്രേക്ഷകരോട് ഒരൊറ്റ അഭിപ്രായം, എന്നെയൊക്കെ കൈയടിച്ച് അങ്ങ് സ്വീകരിച്ചേക്കണം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.